സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്ടർ അതോറിറ്റിയിലും കൈയിട്ടുവാരി സംസ്ഥാന സർക്കാർ. ട്രഷറി അക്കൗണ്ടിൽ നിന്നും തിരികെ പിടിച്ചത് 770 കോടി. പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി MD നൽകിയ കത്ത് ജനം ടിവിക്ക് ലഭിച്ചു. ശമ്പളവും പെൻഷനും നൽകാനുള്ള ഫണ്ടെന്നും കെ സജീവൻ ബാബു IAS. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും ദൈനംദിന ചെലവുകൾക്കുമായി വകുപ്പുകളുടെ ട്രഷറി അക്കൗണ്ടുകളിൽ കൈയിട്ട് വാരുന്ന സമീപനം സർക്കാർ ആവർത്തിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ട്രഷറി അക്കൗണ്ടിൽ നിന്നും സർക്കാർ തിരിച്ചുപിടിച്ചത് 770 കോടി രൂപ. വർഷാവസാനം വായ്പയെടുക്കാൻ ട്രഷറി ബാലൻസ് കുറച്ചു കാണിക്കുന്നതും പണം വകവാറ്റുന്നതും പിന്നീട് അനുവദിക്കുന്നതും സർക്കാരിന്റെ പതിവ് രീതിയാണ്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയ തുക സർക്കാർ ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല. ഏപ്രിൽ 10-ന് പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി MD കെ ജീവൻ ബാബു IAS കത്ത് നൽകിയെങ്കിലും സർക്കാർ മൗനം തുടരുന്നു. ഈ തുക ശമ്പളവും പെൻഷനും മറ്റും നൽകാൻ വേണ്ടിയുള്ളതാണെന്നും വാട്ടർ അതോറിറ്റി MD കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൈയിട്ട് വാരിയതിൽ 719 കോടി രൂപ കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ സംസ്ഥാനത്തേക്ക് വന്നതാണെന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രത്തിന്റെ നഗരസഞ്ചയം പദ്ധതിയിൽ 14-ാം ധനകാര്യ കമ്മീഷന്റെ ചെലവഴിക്കാത്ത തുക 15-ാം ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരുന്നു. ഈ തുകയിൽ നിന്നും തദ്ദേശ സ്ഥാപന പരിധികളിലെ പൊതുടാപ്പിന്റെ കുടിശ്ശിക ഇനത്തിലാണ് 719.16 കോടി രൂപ റവന്യൂ വരുമാനമായി വാട്ടർ അതോറിറ്റിക്ക് ലഭിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി 1397.41 കോടി രൂപയുടെ ബാധ്യതകൾ കേരള വാട്ടർ അതോറിറ്റിക്കുണ്ട്. ഇതിനിടയിലാണ് കേന്ദ്ര ഫണ്ടിംഗ് വഴി അതോറിറ്റിക്ക് ലഭിച്ച തുക പോലും വകമാറ്റി സംസ്ഥാന സർക്കാർ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.